കല്ല് എന്താണ് ഇങ്ങനെ വണ്ടിക്ക് കല്ല് വെച്ചിരിക്കുന്നത്? അല്ല, ഹാൻഡ് ബ്രേക്ക് ഇട്ടിട്ടുണ്ട്. ജസ്റ്റ് ഒരു ഹാൻഡ് ബ്രേക്ക് ഇട്ടിട്ടുണ്ട്. ഹാൻഡ് ബ്രേക്കിൽ വിശ്വാസം ഇല്ലാത്തതുകൊണ്ടാണോ കല്ല് വെച്ചിരിക്കുന്നത്? അല്ല, ജസ്റ്റ് ഒരു ബലത്തിന് വേണ്ടി. ബലത്തിന് വേണ്ടി. എങ്കിൽ അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് എപ്പോഴും ഈ കല്ല് അവൈലബിൾ അല്ല. കല്ലിൻ്റെ ആവശ്യമില്ല. നമുക്ക് ഇത് വണ്ടി ഒരല്പം പോലും ഉരുളാത്ത രീതിയിൽ ഏതിറക്കത്തും നമുക്ക് വണ്ടി പിടിച്ചു നിർത്താൻ മതി. അതൊരു ചെറിയൊരു ടെക്നിക്കൽ നോളജിൻ്റെ ആവശ്യമുള്ളൂ. ഇപ്പോൾ ഈ നോർമലി ഈ വണ്ടിക്ക് എങ്ങോട്ട് പോകാനാണ് ടെൻഡൻസി? മുന്നോട്ട്. ഈ മുന്നോട്ട് പോകുന്ന ഗിയറുകൾ ഏതൊക്കെയാണ്? മുന്നോട്ട് പോകുന്ന ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, അതിലെല്ലാം മുന്നോട്ട് പോകും. എന്ന് പറഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ഇട്ടാലും സെക്കൻഡ് ഇട്ടാലും തേർഡ് ഇട്ടാലും ഫോർത്ത് ഇട്ടാലും വണ്ടിക്ക് മുന്നോട്ട് പോകാനുള്ള സാധ്യതയുണ്ട് അല്ലേ? ഇപ്പം നമുക്ക് വണ്ടി അങ്ങോട്ടാണ് പോകാതിരിക്കണ്ടേ? മുന്നോട്ട് പോകരുത്. അപ്പോൾ പുറന്നോട്ട് പോകുന്ന ഗിയർ ഏതാ? റിവേഴ്സ് ഗിയർ. അപ്പോൾ ആ റിവേഴ്സ് ഗിയർ ഇട്ട് കഴിഞ്ഞാൽ റിവേഴ്സ് ഗിയറിന് എങ്ങോട്ട് പോകാനുള്ള ടെൻഡൻസിയാണ്? പുറമോട്ടാണ്. അപ്പോൾ എന്ത് ചെയ്യും? ഈ വണ്ടി റിവേഴ്സ് ഗിയർ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ, ഹാൻഡ് ബ്രേക്ക് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ മുന്നോട്ട് പോകില്ല. അപ്പോൾ ഇനി വണ്ടി തിരിച്ച് ഇങ്ങോട്ട് കിടക്കണമെന്ന് ചിന്തിച്ച് നോക്കിയേ, കയറ്റത്തോട്ട് കിടക്കണമെന്ന് ചിന്തിച്ച് നോക്കിയേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് ഗിയർ ഇടണം. പിടി. അപ്പോൾ ഇനി ഇങ്ങനെ വേണം വണ്ടി അവിടെ കൊണ്ട് നിർത്താൻ. ഇനി ഓക്കെ, ഇപ്പം കയറ്റത്ത് നിർത്തി ഇനി ഇവിടുന്ന് വണ്ടി ഇറങ്ങാതെ എടുത്തോണ്ട് പോകണം. അതറിയാമോ? വണ്ടി അല്പം പോലും ബാക്കിലോട്ട് പോകാതെ എടുത്തോണ്ട് പോകണം. അതറിയാമോ? എടുത്തോണ്ട് പോകാൻ ഹാഫ് ക്ലച്ച് വെച്ച് ആക്സിലേറ്റർ. ഓക്കെ, അത് കുറച്ചുകൂടെ ബെറ്ററായിട്ട് ചെയ്യാം. നമുക്ക് ഹാഫ് ക്ലച്ച് എന്ന് പറയുന്ന ഒരു ടേം ഇല്ല. നമ്മൾ അതിനെ പറയും ബൈറ്റിംഗ് പോയിന്റ് എന്ന് പറയും. അപ്പോൾ പറഞ്ഞതിൻ്റെ തൊട്ട് ഉപ്പുറ്റി ഉറപ്പിച്ച് വെച്ചിട്ട് നമ്മൾ ക്ലച്ച് സ്ലോയിൽ കാല് മുകളിലേക്ക് എടുക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ പട്ടി കടിച്ചു തുടങ്ങുന്ന പോലെ ആ എഞ്ചിനൊരു ഫീല്. അതുകൊണ്ടാണ് അതിനെ ബൈറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ അതിൽ ഇങ്ങനെ പൊക്കി അതിലേക്ക് ഹോൾഡ് ചെയ്ത് തരുമ്പോൾ നമ്മൾ ഹാൻഡ് ബ്രേക്ക് ഓൾറെഡി അപ്ലൈ ചെയ്തിടണം. എപ്പോൾ വണ്ടി നിർത്തിയാലും എന്ത് ചെയ്യണം? ഹാൻഡ് ബ്രേക്ക് അപ്ലൈ ചെയ്യണം. അപ്പോൾ ആ പോയിന്റിലേക്ക് വരുമ്പോൾ ഗ്രാജുവലി ഹാൻഡ് ബ്രേക്ക് കൂടെ റിലീസ് ചെയ്ത് കൊടുക്കണം. അതോടൊപ്പം തന്നെ ആക്സിലറേഷനോടെ കൊടുക്കണം. അപ്പോൾ എന്ത് പറ്റും? വണ്ടി ഒരിക്കലും താഴോട്ട് പോകത്തില്ല. അങ്ങനെ പ്രാക്ടീസ് ചെയ്ത് വണ്ടി എടുക്കാൻ വേണ്ടി പഠിക്കണം. ഓക്കെ, അപ്പോൾ 2 പോയിന്റ് കിട്ടിയോ? അങ്ങനെ കഴിയുള്ളൂ. ഇനി അറിയില്ല എന്ന് പറയല്ലേ? ഓക്കെ, മോൻ്റെ പേരെന്താ? അജയ്. ഇവിടെ ഇപ്പോൾ എന്താ വന്നത്? ഞാൻ എൻ്റെ അച്ഛനെ കൊണ്ട് ഹോസ്പിറ്റലിൽ വന്നതായിരുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് ഡ്യൂട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഡ്യൂട്ടി ഷെഡ്യൂൾ മാറിയതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇവിടെ വെയിറ്റ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ക്രൂ വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. അപ്പോഴാണ് ഞാനിത് കണ്ടത്. ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ ഇതൊരു വീഡിയോ ആയിട്ട് ചെയ്താൽ ഇതൊരു നല്ലൊരു അവയർനെസ് ആയിരിക്കുമെന്ന് എനിക്ക് തോന്നി. അപ്പോൾ ഇനി അത് അങ്ങനെ വേണം. ഇത് ഫ്രണ്ട്സിനോട് പറഞ്ഞു കൊടുക്കുക. ഫ്രണ്ട്സിനൊക്കെ ഈ അറിവ് ഷെയർ ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, വൺസ് അഗെയിൻ.